ഒരു പ്രാവശ്യം നിങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നതായിരുന്നു. യഹൂദന്മാർ കടന്നുപോയപ്പോൾ അവർ ചോദിച്ചു, ഈ കുട്ടി ആരാണ്? അപ്പോൾ ഹലീമയുടെ ഭർത്താവായ അബൂ കഷ പറഞ്ഞു, എൻ്റെ മകനാണ്. അവർ പറഞ്ഞു, നീ പറഞ്ഞിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചുവെന്ന് ഞങ്ങൾ ഇവിടേക്ക് തന്നെ അവനെ കൊല്ലുമായിരുന്നു. ഈ കുട്ടി വരാനിരിക്കുന്ന പ്രവാചകനാണ്. 12-ാം വയസ്സിൽ ഹസ്രത്ത് അബൂ താലിബ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് വ്യാപാരത്തിനായി പോയിരുന്നു. സർഖ എന്നൊരു സ്ഥലം ഉണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ബഹിറ എന്നൊരു സന്യാസി ഉണ്ടായിരുന്നു. അവൻ കാഫിലയെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ നേതാവ് ആരാണ്? അവരുടെ പറയുന്നത്, നിങ്ങളുടെ മുഴുവൻ ക്ഷണം നാളെയാണ്. അവർ പറഞ്ഞു, മുമ്പ് ഒരിക്കലും നീ ഞങ്ങളോട് വെള്ളം പോലും ചോദിച്ചിട്ടില്ല, ഇന്ന് ക്ഷണം എന്തിനാണ്? അവൻ പറഞ്ഞു, അതിൻ്റെ കാരണം ഞാൻ നാളെ പറയും. അടുത്ത ദിവസം അവൻ ഭക്ഷണത്തിനുള്ള ഒരുക്കം നടത്തി. മുഴുവൻ മക്ക കാഫിലയും ഒരു വൃക്ഷത്തിന്റെ നിഴലിൽ ഇരുന്നു. അവൻ ബഹിറ എന്നായിരുന്നു പേര്. അവൻ വന്നു ഇങ്ങനെയൊക്കെ നോക്കി ചോദിച്ചു, എല്ലാവരും ഇവിടെ ഉണ്ടോ? ആരെങ്കിലും കുറവാണോ? അവർ പറഞ്ഞു, ഒരു കുട്ടി ഉണ്ട്, ഒട്ടകങ്ങളെ മേയ്ക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ബഹിറ പറഞ്ഞു, അതേ കുട്ടിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾക്ക് ഈ ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ ചോദിക്കാൻ വന്നതാണ്, ആ കുട്ടിയെ വിളിക്കൂ. പിന്നെ ഒരാൾ പോയി നിങ്ങളെ വിളിക്കാൻ. നിങ്ങൾ വന്നപ്പോൾ നിഴൽ മുഴുവൻ ആളുകൾക്കായി നിറഞ്ഞിരുന്നു. എല്ലാവരും നിഴലിൽ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്കായി നിഴലിൽ സ്ഥലം ഇല്ലായിരുന്നു. നിങ്ങൾ വെളിച്ചത്തിൽ ഇരുന്നപ്പോൾ വൃക്ഷത്തിന്റെ കൊമ്പുകൾ മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ മേൽ നിഴൽ നൽകി. ബഹിറ ഇത് കണ്ടു. പിന്നെ അവൻ വന്നു നിങ്ങളെ എഴുന്നേൽപ്പിച്ചു. ചോദിച്ചു, ഈ കുട്ടി ആരുടെ മകനാണ്? അപ്പോൾ ഹസ്രത്ത് അബൂതാലിബ് പറഞ്ഞു, എൻ്റെ മകനാണ്. അവൻ പറഞ്ഞു, നീ കള്ളം പറയുന്നു. എൻ്റെ അറിവ് പറയുന്നത് ഇതിൻ്റെ അച്ഛൻ മരിച്ചുവെന്നാണ്. അപ്പോൾ അബൂതാലിബ് പറഞ്ഞു, ശരിയാണ്, ഇത് എൻ്റെ സഹോദരൻ്റെ മകനാണ്. പക്ഷേ എനിക്ക് എൻ്റെ സ്വന്തം മക്കളെക്കാൾ ഇദ്ദേഹം പ്രിയപ്പെട്ടവനാണ്. പിന്നെ അവൻ നിങ്ങളുടെ പിൻഭാഗത്ത് നിന്നുള്ള വസ്ത്രം മാറ്റി നോക്കി. അവിടെ നബിത്വത്തിൻ്റെ മുദ്രയുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതിനെ ഇവിടെ നിന്നു തന്നെ തിരികെ കൊണ്ടുപോകൂ. ഇത് വരാനിരിക്കുന്ന കാലത്തെ നബിയാണ്. യഹൂദന്മാർ ഇതിനെ കണ്ടാൽ കൊന്നുകളയും. അതിനാൽ അബൂതാലിബ് അവിടുത്തെ സാധനങ്ങൾ വിൽക്കുകയും ഷാമിലേക്ക് പോകാതെ തന്നെ അവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്തു. ഒരിക്കൽ ഹസ്രത്ത് ഉമർ വ്യാപാരത്തിനായി ഷാമിലേക്ക് പോയപ്പോൾ അവിടെ അവർക്കൊരു തർക്കമുണ്ടായി. ഒരു ഷാമി നേതാവ് അവരെ പിടിച്ചു തൊത്തിലാക്കി. ഹസ്രത്ത് ഉമർ കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിച്ചു. അവസരം കണ്ടപ്പോൾ ആ നേതാവിനെ അടിച്ചു. ആ ഷാമി നേതാവ് മരിച്ചു. അവരെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇവർ ബദ്വാസ്മി ആയിരുന്നു. അവരെ നഗരവാസികൾ പിടിക്കാൻ കഴിയുന്നില്ലായിരുന്നു. പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഒരു പാദ്രി പള്ളിയുടെ വാതിലിൽ നിന്നു. അവൻ ഹസ്രത്ത് ഉമറിനെ വരുന്നത് കണ്ടു ദൂരത്തിൽ നിന്ന് വിളിച്ചു. അകത്തേക്ക് കൊണ്ടുപോയി വാതിൽ അടച്ചു നിന്നു. പിന്നിൽ ജനക്കൂട്ടം വന്നു. ഇവിടെ നിങ്ങൾക്ക് ആരെയും കണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇവിടെ ആരുമില്ല, പോകൂ, ഓടിപ്പോവൂ. അവർ പോയി. അകത്ത് പാദ്രി ചോദിച്ചു, നീ ആരാണ്? ഉമർ പറഞ്ഞു, ഞാൻ അറബാണ്. എവിടെ നിന്നാണ് വന്നത്? മക്കയിൽ നിന്നാണ്. പാദ്രി ചോദിച്ചു, നിന്റെ നഗരത്തിൽ ആരെങ്കിലും നബി ആണെന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ? ഉമർ പറഞ്ഞു, ഇല്ല. പാദ്രി പറഞ്ഞു, വളരെ പെട്ടെന്ന് നിന്റെ നഗരത്തിൽ ഒരാൾ നബി ആണെന്ന് അവകാശപ്പെടും. അവൻ അവസാന നബിയായിരിക്കും. നിന്റെ വിധിയിൽ അവന്റെ കൂട്ടുകാരനാകാൻ എഴുതിയിട്ടുണ്ട്. നിന്റെ വിധിയിൽ ഈ ദേശം ജയിക്കാൻ എഴുതിയിട്ടുണ്ട്. അതിനാൽ നീ ഇവിടെ എഴുതി തരൂ, നിന്റെ സൈന്യങ്ങൾ എൻ്റെ ദേശം ജയിക്കുമ്പോൾ എൻ്റെ പള്ളി തകർക്കരുത് എന്ന്. ഹസ്രത്ത് ഉമർ പറഞ്ഞു, എൻ്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. ഞാൻ ഇവിടെ തൊഴിൽ ചെയ്യാൻ വന്നതാണ്, ഭക്ഷണത്തിനായി. നീ എന്നെ രാജാവാക്കുന്നു. പാദ്രി പറഞ്ഞു, നിനക്ക് എന്താണ് നഷ്ടം? നീ എഴുതി തരൂ, ഞാൻ കള്ളം പറയുകയാണെങ്കിലും. നീ എഴുതി തരൂ. അപ്പോൾ ഹസ്രത്ത് ഉമർ എഴുതി നൽകി, എൻ്റെ സൈന്യങ്ങൾ വരുമ്പോൾ ഈ പള്ളിക്കും ഈ പാദ്രിക്കും ഒന്നും ചെയ്യരുത് എന്ന്. ഹസ്രത്ത് ഉമർ എഴുതാൻ അറിയുമായിരുന്നു. അതിനാൽ ഒപ്പുവെച്ചു. പിന്നീട് ഹസ്രത്ത് ഉമറിന്റെ കാലത്ത് ഷാം ദേശം കീഴടക്കുമ്പോൾ ആ കത്ത് ഹസ്രത്ത് അബൂ ഉബൈദയ്ക്ക് നൽകി. ഈ പാദ്രിയുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് പറഞ്ഞു. ഇത്രയും മുമ്പേ തന്നെ നിങ്ങളുടെ വരവിന്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങിയിരുന്നു. നിങ്ങൾ ഒരു വൃക്ഷത്തിനരികിലൂടെ കടന്നു പോകുമ്പോൾ വൃക്ഷം പറയും, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. നിങ്ങൾ ഒരു കല്ലിനരികിലൂടെ കടന്നു പോകുമ്പോൾ കല്ല് പറയും, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്.